റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് പുതിയൊരു വിവാദം കത്തിപ്പടരുകയാണ്. അതിൻ്റെ അവതാരകനായ അരുൺകുമാർ ഉമ്മൻചാണ്ടിയെ അപമാനിച്ചു എന്നാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നത്. ആ വാക്കുകൾ ചേട്ടൻ കേട്ടിരിക്കുമല്ലോ, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അതിനകത്ത് അല്പം വാസ്തവമില്ലാതില്ല. എങ്കിലും നമ്മൾ കാര്യങ്ങളെ നിഷ്പക്ഷമായിട്ട് സമീപിക്കുമ്പോൾ ഇവിടെ VS vs OC അഥവാ ഉമ്മൻചാണ്ടി, ഇതാണ് വിഷയം. അപ്പോൾ നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ അവസാനത്തെ യാത്ര, VSൻ്റെ അവസാനത്തെ യാത്ര, ഇത് രണ്ടും നമ്മൾ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. ജനബാഹുല്യം രണ്ടിനും ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി അക്കാര്യത്തിൽ മോശക്കാരനല്ല. ഉമ്മൻചാണ്ടി ഇതെല്ലാം ഇന്നൊരു PR വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നതാണ്. നമുക്കത് ആ PR വർക്കിനെ നിഷേധിക്കാനോ തള്ളിക്കളയാനോ പറ്റില്ല. അറിഞ്ഞും അറിയാതെയും ബോധപൂർവവും അല്ലാതെയും. കാരണം ഇപ്പോൾ ചാനലുകൾ വാർത്തയാക്കും. ആ വാർത്ത വലിയ രീതിയിൽ ചാനലുകളെ സംബന്ധിച്ച് ജനങ്ങൾ കാണാൻ ഇന്ന് വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുകയല്ല, ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന, ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, ജനങ്ങളെ പിടിച്ചിരുത്തുന്ന വാർത്തകൾ എത്തിക്കാനാണ് ശ്രമം, അല്ലേ? ലോകത്ത് പല കാര്യങ്ങളും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും നടക്കുന്നുണ്ട്. വലിയ മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ കൊടിയ അഴിമതികൾ, അങ്ങനത്തെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ ഞാനതൊന്നും ഇപ്പോൾ പേരെടുത്ത് പറയുന്നില്ല, നമുക്ക് സമയപരിമിതിയുണ്ട്. അതൊന്നും ഇന്ന് വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ചർച്ച ചെയ്യപ്പെടുന്നത് ജനങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള, ജനങ്ങൾ താല്പര്യപ്പെടുന്ന വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. അതാണ് ഇന്നത്തെ. ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റേ കൊലകൊമ്പൻ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി, അരിക്കൊമ്പൻ നാട്ടിലേക്ക് ഇറങ്ങി, കൊലകൊല്ലി ഇറങ്ങി, ഇതൊക്കെ ഇന്നിപ്പോൾ വലിയ വാർത്തയാണ്. അത് ലൈവായിട്ട് കൊടുക്കുകയാണ്. എങ്ങനെ ഈ കാട്ടാന നാട്ടിലിറങ്ങി ഒറ്റയാൻ നാട്ടിലുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളെ ലൈവായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇത് കാണാനും ആളുണ്ട്. അപ്പോൾ അതിൻ്റെ വൈരുദ്ധ്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. നമുക്ക് തിരിച്ച് VS OC എന്ന ഒരു തലത്തിലേക്ക് വരാം. ഉമ്മൻചാണ്ടിക്ക് തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെ വലിയ രീതിയിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ജനം റോഡിൻ്റെ രണ്ട് വശവും കാത്തുനിന്നു. സമാനമായിട്ട് തിരുവനന്തപുരം തൊട്ട് ആലപ്പുഴ വരെ VSൻ്റെ ഈ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള യാത്ര, വിലാപയാത്രയ്ക്ക് ജനം രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ നാഷണൽ ഹൈവേയുടെ രണ്ട് വശത്തും തടിച്ചുകൂടി. നമുക്കറിയാം നാഷണൽ ഹൈവേ പൊളിച്ച് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് യാത്ര ചെയ്ത് പോകുന്നത്. ആ സാഹചര്യത്തിലാണ് VSൻ്റെ ഈ വിലാപയാത്രയ്ക്ക്, VSൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയ്ക്ക് ഇത്രയും ജനങ്ങൾ രണ്ട് വശത്തും അണിനിരക്കുന്നത്. VSനെ ഒരു നോക്ക് കാണാൻ, അവസാനമായിട്ട് കാണാൻ, ആദരാഞ്ജലി അർപ്പിക്കാൻ ഒക്കെ ജനം വരുന്നത്. അത് വളരെ വ്യത്യസ്തമായ വേറിട്ട ഒരു കാഴ്ച തന്നെയാണ്. അതിനെ അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല. ഇവിടെ ഉമ്മൻചാണ്ടിയാണോ വലുത്, VS ആണോ വലുത് എന്ന ചോദ്യമാണ് വരുന്നത്. രണ്ടുപേരും അവരവരുടെ തലങ്ങളിൽ വലുത് തന്നെയാണ്, അല്ലെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിയുടെ പിന്നെ കല്ലറയിൽ, അദ്ദേഹത്തിൻ്റെ മൃതദേഹം അടക്കം ചെയ്തിരിക്കുന്ന പള്ളി സെമിത്തേരിയിലെ ആ കല്ലറയിൽ ആൾക്കാർ വരുന്നു, മെഴുകുതിരി കത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെ പലതും ചെയ്യുന്നു. ഒരു ഉമ്മൻചാണ്ടിയെ ഒരു വലിയ പുണ്യാളനാക്കി മാറ്റാനുള്ളൊരു ശ്രമം, ബോധപൂർവമായൊരു ശ്രമം, അതിൻ്റെ പുറകിൽ ഈ മധ്യ തിരുവിതാംകൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു രാഷ്ട്രീയം. അതിനെ നമ്മൾ കുറച്ചൊക്കെ എതിരാളികൾ നസ്രാണി രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമെങ്കിലും അങ്ങനെ ഒരു രാഷ്ട്രീയം അതിൻ്റെ പുറകിലുണ്ട്. ഒരു ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ കൂടുതൽ ശക്തിപ്പെടുത്താനും, അത് ആ ഉമ്മൻചാണ്ടിക്ക് മുമ്പും ഉമ്മൻചാണ്ടിക്ക് ശേഷവും എന്നുള്ള ഒരു നരേറ്റീവിലേക്ക് അതിനെ കൊണ്ടുപോകാനും, ഉമ്മൻചാണ്ടിക്ക് ശേഷം അതിനെ നയിക്കുന്നത് ആരൊക്കെ എന്ന് അതിന് കുറേ കൂടെ വ്യക്തമാകാനുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനാണ് രംഗത്ത് നിൽക്കുന്നതെങ്കിലും ഭാവിയിൽ അതിലേക്ക് കൂടുതൽ ആൾക്കാർ അവകാശം പറഞ്ഞു വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഉമ്മൻചാണ്ടിയെ വിശുദ്ധനും പുണ്യവാളനുമാക്കി മാറ്റുന്ന, ഒരു രാഷ്ട്രീയ പുണ്യാളനാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. ഉമ്മൻചാണ്ടി കുറേയൊക്കെ അതിന് അർഹനാണെന്ന് തന്നെ പറയാം. കാരണം ജനകീയമായ, ജനങ്ങളോട് വലിയ പ്രതിബദ്ധതയുണ്ടായിരുന്ന ഒരു നേതാവാണ്. അല്ല, ജനനേതാക്കൾ ഈ പുണ്യവാളന്മാരാക്കേണ്ട ഒരു ഗതികേട് കേരളത്തിനുണ്ടോ? അങ്ങനെ ഒരു ഗതികേടിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളും ഇവിടുത്തെ സോഷ്യൽ മീഡിയ എല്ലാം ചേർന്ന് അങ്ങനെ ആക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തെ. അതും കാണാതിരുന്നുകൂടാ.
ഇവിടെ വി എസിൻ്റെ കാര്യത്തിലും നമ്മൾ അങ്ങനെ തന്നെ അതിനെ മനസ്സിലാക്കണം. കാരണം പക്ഷെ അതിന് നാം നവോത്ഥാന കേരളം എന്ന് പറയുന്നത് നാം തമിഴ്നാടിനെ പിന്തുണയ്ക്കുന്നില്ല, അവരെ പിന്തുടരുന്നില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം നാം പൂജ തമിഴ്നാട്ടിൽ ഇല്ലാത്തതാണ് കേരളത്തിന്റെ രാഷ്ട്രീയം. തമിഴ്നാട് നോക്കൂ, പ്രേം നസീർ എന്ന് പറയുന്ന അതികായനായ തമിഴ്നാട്ടിലെ ഒരു മുഖ്യമന്ത്രി മരിക്കുമ്പോൾ ഒരു 3-4 പേര് ആത്മഹത്യ ചെയ്യും. മണ്ണെണ്ണ ഒഴിച്ച് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത ആൾക്കാരുണ്ട് MGR മരിച്ചപ്പോൾ. പക്ഷെ കേരളത്തിൽ അങ്ങനെ ചെയ്യില്ല. നോക്കൂ, അതുല്യ നടനാണ്, സമാനതകളില്ലാത്ത വ്യക്തിത്വമാണ് പ്രേം നസീർ. പക്ഷേ രാഷ്ട്രീയ കളരിയിൽ അദ്ദേഹം പരാജയപ്പെട്ടു പോയി. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയ നാടാണ് കേരളം. അദ്ദേഹത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സഹായം സ്വീകരിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ തന്നെ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെ വകവച്ചില്ല. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധത, രാഷ്ട്രീയ സാക്ഷരത, രാഷ്ട്രീയ തിരിച്ചറിവ്, രാഷ്ട്രീയ ബോധം ഒക്കെ അങ്ങനത്തതാണ്. അത് അരുൺകുമാർ പറയുന്നതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. വി എസിന് വേണ്ടി മെഴുകുതിരികൾ കത്തില്ല. വി എസിന് വേണ്ടി ഈ സ്തോത്രങ്ങൾ ആലപിക്കപ്പെടില്ല. പക്ഷേ വി എസ് ഉയർത്തിയ ഒരു രാഷ്ട്രീയമുണ്ട്. അഴിമതിക്കെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ, സ്ത്രീപീഡനത്തിനെതിരെ, അല്ലേ, പിന്നെ പരിസ്ഥിതിക്ക് വേണ്ടി, മണ്ണും വിണ്ണും വിഷമയമാക്കുന്ന ഒരു ഈ വൃത്തികെട്ട മുതലാളിത്തത്തിൻ്റെ എന്താ പറയണ്ടേ അത്യാഗ്രഹത്തിനെതിരെ ഒക്കെ വി എസ് ഉയർത്തിയ ഒരു മുദ്രാവാക്യം, വി എസ് ഉയർത്തിയ ഒരു രാഷ്ട്രീയം, അത് കേരളം എന്നും ചർച്ച ചെയ്യാതിരിക്കില്ല. കാരണം വി എസ് കേരളത്തിൽ ഉണ്ടാക്കിയ സ്വാധീനം അതാണ്. വി എസ് ആണോ ഉമ്മൻചാണ്ടിയാണോ മികച്ച മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് എൻ്റെ ഉത്തരം ഉമ്മൻചാണ്ടി എന്നാണ്. പക്ഷേ ഏറ്റവും മികച്ച, കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം അത് സഖാവ് വി എസ് അച്യുതാനന്ദൻ എന്ന് തന്നെയാണ്. മറ്റൊരു പേരും അവിടെ വയ്ക്കാനില്ല. കാരണം ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കടമ, ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിച്ച ആൾ വി എസ് ആണ്. നമുക്ക് നല്ല മുഖ്യമന്ത്രിമാരുണ്ട്, ധാരാളമുണ്ട്. അച്യുതമേനോനുണ്ട്, കെ കരുണാകരനുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്, അങ്ങനെ പലരുമുണ്ട്. സത്യസന്ധതയുടെയും സുതാര്യതയുടെയും ആൾരൂപമായ AK ആൻ്റണി ഉണ്ട്. ഇങ്ങനെ പലരുമുണ്ട് നമുക്ക്. EMS, ഒരിക്കലും EMSുമായിട്ട് താരതമ്യം ചെയ്യാൻ മറ്റൊരു വ്യക്തിത്വം കേരളത്തിൽ അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വന്നിട്ടില്ല. വ്യക്തിപരമായിട്ട് EMSനോട് മുട്ടി നിൽക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകാം. നമ്മുടെ ഭാരതീയ വിചാരേന്ദ്രൻ ഡയറക്ടറായിരുന്ന P പരമേശ്വരനെ പോലെയുള്ള മഹാന്മാരായ ആൾക്കാർ ധാരാളമുണ്ട്. അവർ ഈ EMSും P പരമേശ്വരനും തമ്മിലുള്ള സംവാദങ്ങളെല്ലാം ഏറ്റവും ആരോഗ്യകരമായ സംവാദങ്ങൾ കേരളം കണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്കല്ല പോകുന്നത്. പക്ഷേ കേരളം കണ്ട ഒരു നല്ല മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെങ്കിൽ കേരളം കണ്ട ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവ് വി എസ് ആണ്. ആ അർത്ഥത്തിലാണ് വി എസിൻ്റെ മഹത്വം വർദ്ധിക്കുന്നത്. ഒരു മുഖ്യമന്ത്രിയായിരുന്ന് ജനകീയമായൊരു തീരുമാനമെടുത്ത് നടപ്പാക്കാൻ എളുപ്പമാണ്. ഫുൾ സിസ്റ്റം കൂടെയുണ്ട്, മുഴുവൻ സ്റ്റേറ്റ് കൂടെയുണ്ട്, അല്ലേ? അധികാരത്തിൻ്റെ ദണ്ട് കയ്യിലുണ്ട്. പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവായിരുന്ന് സർക്കാർ എടുത്തൊരു തീരുമാനത്തെ തിരുത്തി അതിനെ ജനകീയമാക്കി കൊണ്ടുവരാൻ ഒരു പ്രതിപക്ഷ നേതാവ് എടുക്കുന്ന എഫർട്ട് വളരെ വലുതാണ്. ചെറുതായിട്ട് കാണാൻ സാധിക്കില്ല. ആ അർത്ഥത്തിൽ വി എസ് ഒരു വലിയ വിജയമാണ്. ഇവിടെ നമ്മൾ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നപ്പോൾ അല്ലെങ്കിൽ AK ആൻ്റണി ഭരിച്ചിരുന്നപ്പോൾ ഒക്കെ നമ്മുടെ കേരളത്തിലെടുത്ത പല തീരുമാനങ്ങളും, ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെയുള്ള പല തീരുമാനങ്ങളും, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കേരളത്തിന് ഏറ്റവും പ്രയോജനപ്പെടുന്നത്, കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന്, കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക് ദോഷം വരാത്ത വിധത്തിൽ ഒക്കെ അതിനെ നടപ്പാക്കാൻ അതിൽ സർക്കാർ നിർബന്ധിതമായി തിരുത്തൽ വരുത്താൻ. ഉമ്മൻചാണ്ടിയാകട്ടെ AK ആൻ്റണി ആകട്ടെ അവസാനം വി എസ് വരച്ച വരയിൽ വന്ന് നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ആ അർത്ഥത്തിലാണ് വി എസിന് വേണ്ടി എരിയുന്ന മെഴുകുതിരികളല്ല, ഉയരുന്ന മുദ്രാവാക്യങ്ങളാണ് ഇനി കേരളം കാണാൻ പോകുന്നത് എന്ന് അരുൺകുമാർ പറയുന്നത് ഒരർത്ഥത്തിൽ ശരിയാണ്. പക്ഷേ ഈ അരുൺകുമാറിൻ്റെ അതിഭാവുകത്വവും വൈകാരികമായ ഇടപെടലും ഒന്നും ആവശ്യമുള്ളതല്ല. അതിലൊന്നുമല്ല വി എസ് ജീവിക്കുന്നത്, വി എസ് നിലനിൽക്കാൻ പോകുന്നത്. വി എസ് ഉയർത്തിയ ആശയം, വി എസ് നടത്തിയ പോരാട്ടം, അതിൻ്റെ ബാക്കി പത്രം കേരളം ഇനി എങ്ങനെ കൊണ്ടുപോകും, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിനെ എങ്ങനെ വിശകലനം ചെയ്ത് നടപ്പാക്കും, അവർ ഏത് രീതിയിലാണ് ഇനി കേരളത്തെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. വി എസ് ഉണ്ടായിരുന്ന കേരളം, വി എസിന് ശേഷമുള്ള കേരളം, ഇതിൽ വി എസിന് ശേഷമുള്ള കേരളത്തിൽ എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വി എസ് ഉയർത്തിയ മുദ്രാവാക്യങ്ങളെ, വി എസ് ഉന്നയിച്ച ആശയങ്ങളെ, വി എസ്
പ്രതിനിധാനം ചെയ്ത ആദർശത്തെ എങ്ങനെയാണ് ഇനി ഇവർ പിന്തുടരാൻ പോകുന്നത് എന്ന ചോദ്യം ഒരു വലിയ ചോദ്യമായിട്ട് കേരള സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അരുൺ അവിടെ ഒന്നും കൃത്യമായൊരു മറുപടിയിലേക്ക് പോകുന്നില്ലെങ്കിലും അവിടെ ആ വി എസിൻ്റെ ഒരു പരകായ പ്രവേശം, വി എസ് ഇല്ലാത്ത കാലത്തേക്ക് വി എസ് ഉണ്ടായിരുന്ന കാലത്തു നിന്നുള്ള ഒരു ആദർശത്തിൻ്റെയും ആശയത്തിൻ്റെയും ഒക്കെ ഒരു പരകായ പ്രവേശത്തെക്കുറിച്ച് വളരെ ശുഭപ്രതീക്ഷയോടുകൂടി അരുൺ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവിടെ ഒരു എതിരാളിയെ വി എസിന് ഉണ്ടാക്കാനാണ് ഒരു ശ്രമം. അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു എതിരാളിയെ ഉണ്ടാക്കണമെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാക്കണമായിരുന്നു. അവിടെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പോരടിച്ചത്. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ സർക്കാരിനെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ ഒക്കെ മാത്രമാണ് എന്ന് കരുതുന്നത് തെറ്റാണ്. അദ്ദേഹം സ്വന്തം പാർട്ടിയിലെ ജീർണതകളെ, സ്വന്തം പാർട്ടിയിലെ ആശയ വൈരുദ്ധ്യങ്ങളെ, സ്വന്തം പാർട്ടിയിലെ ആദർശ വിരുദ്ധമായ നിലപാടുകളെ, സ്വന്തം പാർട്ടിക്കുള്ളിലെ സ്ത്രീ പീഡകർക്കെതിരെ ഒക്കെ അതിശക്തമായ നിലപാടെടുത്തൊരു നേതാവ് കൂടിയാണ്. അതിൽ അദ്ദേഹം വിജയിച്ചിട്ടില്ലായിരിക്കാം, ഭാഗികമായിട്ടെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടിരിക്കാം. പക്ഷേ വി എസ് അങ്ങനൊരു നിലപാടെടുത്തിരുന്നു, വി എസ് അങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. അതുകൊണ്ട് വി എസിൻ്റെ എതിരാളി കേവലം ഉമ്മൻചാണ്ടിയും എ കെ ആൻ്റണിയും കെ കരുണാകരനും ബി ജെ പിയും കോൺഗ്രസും ഒക്കെ ആയിരുന്നു എന്ന് കരുതുന്നിടത്താണ് അരുൺകുമാർ പിഴച്ചു പോകുന്നത്. അവിടെ അദ്ദേഹത്തിന് അടിതെറ്റുന്നു. അദ്ദേഹം പറയേണ്ടത് അവിടെ സ്വന്തം പാർട്ടിക്കുള്ളിലെ മുതലാളിത്തത്തിൻ്റെ പുറകെ പാഞ്ഞ പല നേതാക്കളുമുണ്ട്. ഈ ബൂർഷ്വായിസത്തിനെതിരെ, പ്രഭുത്വത്തിനെതിരെ ഒക്കെ വലിയ ആശയ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെയൊക്കെ താലോലിച്ച അല്ലെങ്കിൽ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച ഒരു വിഭാഗം വി എസിൻ്റെ പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. അവർക്കെതിരെയും വി എസ് പടവാളോങ്ങി എന്ന സത്യം അരുൺകുമാർ വേണ്ട വിധത്തിൽ പറയുന്നില്ല. ഈ ഒരു വൈരുദ്ധ്യമേ അതിനകത്തുള്ളൂ. പക്ഷേ വരാൻ പോകുന്ന കാലത്ത് വി എസ് ഉയർത്തിയ ആശയങ്ങളും ആരൊക്കെയാണോ വി എസ് എതിരിട്ടത് അവരും തമ്മിലുള്ള ഒരു സംഘർഷം നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ പ്രതീക്ഷിക്കാം. അതിനുള്ള ഇടം ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിലുണ്ട്. വി എസിന് പകരം അത് ഏറ്റെടുക്കാൻ ആര് വരും എന്നുള്ള ചോദ്യം മാത്രമാണ് വാസ്തവത്തിൽ അവശേഷിക്കുന്നത്.